എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് വീഡിയോക്കകത്ത് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് 2026 റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. സോ നമുക്ക് ഫസ്റ്റ് വരുന്നത് റാങ്ക് ലിസ്റ്റ് പ്രൊവിഷണൽ ആണ്. അതായത് ആ ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്കിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് LBSൽ മെയിൽ ചെയ്ത് അതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് റാങ്ക് ലിസ്റ്റ് വരിക. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരും, അതിനുശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ 2025 വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് ഇപ്പോൾ തമിഴ്നാടും കർണാടകയൊക്കെ അഡ്മിഷൻസ് എടുത്ത കുട്ടികളുടെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. അവർക്ക് ക്ലാസ്സുകളൊക്കെ ഈ മാസം ലാസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ ഫ്യൂച്ചറാണ്. അപ്പോൾ നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എല്ലാവർക്കും. സോ കേരളത്തിലുള്ള കുട്ടികൾ, ഇപ്പോൾ LBS വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ, ആരെങ്കിലും പുറത്തൊക്കെ അഡ്മിഷൻസ് എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ നല്ല മാർക്കുള്ള കുട്ടികളാണെങ്കിൽ കേരളം തന്നെ വെയിറ്റ് ചെയ്യുക. ഇല്ലാത്ത കുട്ടികൾ അവിടെ നിങ്ങൾ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. LBSന്റെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരുപാട്, അതായത് ഇപ്പോൾ ഒറ്റ റാങ്ക് ലിസ്റ്റ് അല്ല, നമുക്ക് 2-3 റാങ്ക് ലിസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതേപോലെ കാറ്റഗറി വേസും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ നമുക്ക് റാങ്ക് ലിസ്റ്റ് കോട്ട എന്ന് പറയുന്ന രണ്ട് രീതിയിലാണ് ഓപ്ഷൻസ് വരിക. റാങ്ക് ലിസ്റ്റ് നമുക്ക് നിങ്ങൾക്ക് മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒറ്റ റാങ്ക് ലിസ്റ്റ് അല്ല, പല കാറ്റഗറിക്കും പല റാങ്ക് ലിസ്റ്റ്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ 2026 4 റാങ്ക് ലിസ്റ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ഓരോ കോഴ്സും ഏത് റാങ്ക് ലിസ്റ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ അതേപോലെ കോട്ട എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റ്, അതേപോലെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി റാങ്ക് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റാങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് റാങ്ക് 1, 2 ഓരോ കോഴ്സുകളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. നഴ്സിംഗും MLT, അതേപോലെ ഫിസിയോതെറാപ്പി, ബാക്കിയുള്ള കോഴ്സുകളൊക്കെ റാങ്ക് ലിസ്റ്റ് 1-ലാണ്. സോ നമുക്ക് കോട്ട നോക്കുന്ന സമയത്ത് ഇതേപോലെ നിങ്ങൾക്ക് ഓരോ കാറ്റഗറി വൈസ്, ഇപ്പോൾ ഈഴവ, EWS, മുസ്ലിംസ്, അതർ ബാക്ക്വേർഡ്, ഹിന്ദു, ലാറ്റിൻ കാത്തോലിക്സ്, ഓരോ വിഭാഗത്തിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. സോ നമുക്ക് ഇതിനകത്ത് റാങ്ക് ലിസ്റ്റ് 1 ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. റാങ്ക് ലിസ്റ്റ് 1-ൽ വന്നിട്ടുള്ള കോഴ്സുകൾ നേരത്തെ പറഞ്ഞു. അതേപോലെ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി റാങ്ക് അല്ലാതെ നിങ്ങളുടെ മാർക്ക് മാത്രം ബേസ് ചെയ്തിട്ട് എല്ലാവരും വരുന്ന റാങ്ക് ലിസ്റ്റാണ് സ്റ്റേറ്റ് മെറിറ്റ്. അപ്പോൾ ഇതേപോലെ സ്റ്റേറ്റ് മെറിറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, അതേപോലെ ഇൻഡെക്സ്, നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും പെർസെൻറ്റേജ്, അതേപോലെ ടോട്ടൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ, അത് നമുക്ക് ടൈ ഒക്കെ വരുന്ന സമയത്ത് ഒരേപോലെ മാർക്കുള്ളവർക്ക് നമുക്ക് പെർസെൻറ്റേജ്, ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും പെർസെൻറ്റേജ് ഒക്കെ നോക്കും. അപ്പോൾ അങ്ങനെയാണ് റാങ്ക് ഫൈനലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഓരോ കുട്ടികൾക്കും കിട്ടിയിട്ടുള്ള ഇൻഡെക്സ് മാർക്കും റാങ്ക് പൊസിഷനും നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ കോമൺ ആയിട്ട് വരുന്ന റാങ്ക് ലിസ്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ ഇൻഡിവിജ്വലി നിങ്ങളുടെ മാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫൈലിനകത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷനും രജിസ്റ്റർ ID-യും പാസ്വേഡൊക്കെ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ റാങ്ക് കാണാൻ സാധിക്കും. കോമൺ ആയിട്ട് വരുന്ന റാങ്ക് ലിസ്റ്റാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റാണ്. ഇതേപോലെ മുസ്ലിം കോട്ടയിലും അതേപോലെ ഈഴവ ഓരോ വിഭാഗം കമ്മ്യൂണിറ്റിയിലും വരുന്ന കുട്ടികളുടെ റാങ്ക് പൊസിഷൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റാണ്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻഡെക്സ് മാർക്കിലോ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് LBSലേക്ക് മെയിൽ ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ്, ഈ ഒരു രീതിയിലാണ് LBSന്റെ റാങ്ക് ലിസ്റ്റ് വരിക. അപ്പോൾ നമുക്ക് 2026 റാങ്ക് ലിസ്റ്റ് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ്, ദെൻ ഫൈനൽ റാങ്ക് ലിസ്റ്റ്, ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. സോ ഇതിനെക്കുറിച്ചിട്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. സോ നിങ്ങൾക്ക് അഡ്മിഷൻ ഡീറ്റെയിൽസ്, അതേപോലെ നമുക്ക് കേരളത്തിൻ്റെ പുറത്തൊക്കെ മികച്ച കോളേജിലും അതേപോലെ നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടെ ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. കരിയർ ഹെൽപ്സിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ വരുന്ന ഫീസ് സ്ട്രക്ചറിനെക്കാളും മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ഇപ്പോൾ കുറഞ്ഞ മാർക്കൊക്കെ ഉള്ള കുട്ടികൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിൽ ഇവിടെയൊക്കെ നല്ല ഡൊണേഷനൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് തമിഴ്നാടാണെങ്കിലും കർണാടകയിലാണെങ്കിലും മികച്ച മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിലൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, ഫീസ് കുറവായിട്ട് അല്ലെങ്കിൽ സ്കോളർഷിപ്പോട് കൂടെയൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കരിയർ ഹെൽപ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ അഡ്മിഷൻസ് കാര്യങ്ങൾ അതിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണെന്നും ഫ്രീ ആയിട്ട് തന്നെ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ കരിയർ ഹെൽപ്സിനെ ബന്ധപ്പെടാം. നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട്, നമുക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.